എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ടൈൽസും ഗ്രാനൈറ്റ്സും ഒക്കെ ഇട്ട് നടക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ നമുക്ക് ഫ്ലോറിലോട്ടൊരു പുതിയ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ ബാക്ക് വശം എടുത്തതാണ്, നല്ല പരുവരുത്ത സൈഡ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്നുള്ളത് ചെയ്ത് നോക്കാം. മെറ്റീരിയൽസൊക്കെ റെഡിയാണ്, നല്ല പ്ലാസ്റ്ററാണ്, നല്ല തിക്ക് പ്ലാസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഇട്ട് നോക്കാം. ട്രവൽ ആപ്ലിക്കേഷൻ ഈ മെറ്റീരിയൽ പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ബ്ലേഡ്, നമ്മുടെ പുട്ടി ബ്ലേഡ്, അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഈ മെറ്റീരിയൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കില്ല. 120 പേപ്പർ ഫസ്റ്റ് ലെയർ ഇട്ടതിന് ശേഷം പേപ്പർ പിടിച്ച് അതിന് മുകളിൽ ഞാൻ സെക്കൻഡ് ലെയർ നല്ല കുറച്ചും കൂടി ലൂസാക്കിയിട്ട് വലിച്ചിട്ട് കൊടുക്കുകയാണ്. ട്രവൽ ആപ്ലിക്കേഷൻ പറ്റുള്ളൂ എന്ന് പ്രധാന കാരണം നമ്മൾ പുട്ടി ബ്ലേഡിന് വലിച്ച് കഴിഞ്ഞ് തെറുത്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പുട്ടി ബ്ലേഡ് നമുക്ക് പോസിബിൾ അല്ല. എപ്പോഴും ട്രവൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. കൈ വെച്ചൊന്ന് ഉരച്ച് നോക്കി ഡബിൾ കോട്ട് ഇട്ടതിന് ശേഷം നഖം തേഞ്ഞു പോയി. അത്രയും ഹാർഡായിട്ടിരിക്കണം കേട്ടോ. അതിൽ നിന്ന് ആ മെറ്റീരിയലൊന്നും ഇളകിപ്പോയ കാര്യങ്ങളൊന്നുമില്ല, എൻ്റെ നഖം തേഞ്ഞു പോയുള്ളൂ. അപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് സാൻഡർ ചെയ്യുക എന്നുള്ളതാണ്. പണ്ടെങ്ങാണ്ട് ഉരച്ച 120 പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പർ വെച്ചാണ് ഞാൻ ഉരച്ചത്. എൻ്റെ ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നു, കാരണം സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ ഇത്രയും ചെയ്ത് വേസ്റ്റ് ആവുമല്ലോ എന്ന്. പക്ഷെ ഞെട്ടിച്ച് ഒരു സ്ക്രാച്ചും ഇല്ല, ഒന്നുമില്ല. അത്രയും ഹാർഡായിട്ടുള്ള ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ സ്റ്റുക്കോ അതുപോലെ മാർബിൾ ഡിസൈൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒരിക്കലും നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റില്ല, കാരണം സ്ക്രാച്ചസ് വീഴും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, കാരണം അത്രത്തോളം ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ നമ്മുടെ ഉള്ള സ്റ്റുക്കോ ബ്ലേഡ് വെച്ചിട്ടാണ് പോളിഷ് ചെയ്തെടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇത് ബഫിംഗ് മെഷീൻ വെച്ച് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. ഞാൻ തൽക്കാലത്തേക്കൊന്ന് വെറുതെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റുക്കോ ബ്ലേഡ് വെച്ച് ഒന്ന് പോളിഷ് ചെയ്തുള്ളൂ. ബഫിംഗ് മെഷീൻ വെച്ച് ചെയ്യണമെങ്കിൽ ഇതിനേക്കാളും പൊളിയാവും കേട്ടോ. യൂസ് ചെയ്യേണ്ടത് എപ്പോഴും ബഫ് ചെയ്യുക എന്നുള്ളതാണ്. വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ വെറുതെ ഒന്ന് ടച്ച് ചെയ്തൊക്കെ നോക്കി, നല്ല അടിപൊളി സാധനം. ഇതൊരിക്കലും വാളിൽ ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നതല്ല, നമുക്ക് ഫ്ലോറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാളിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നണേ. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, വാളിൽ ഏത് രീതിയിലുള്ള ഡിസൈൻസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഞാൻ എപ്പോഴും പറയുന്നതല്ല, നമ്മളൊന്നും വലിയ ആപ്ലിക്കേറ്റേഴ്സൊന്നും അല്ല, പക്ഷെ നമുക്ക് കിട്ടുന്ന അറിവുകൾ ഇങ്ങനെയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുള്ള അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് നമുക്ക് തോന്നും, നമ്മളത് ചെയ്യുന്നു. ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഓക്കെ.